ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മോന്റെ തലേ കേറുന്നതും പോരാ, ഇപ്പൊ ചടങ്ങ് നടത്താനുള്ള കൊട്ടേഷനായിട്ട് വന്നിരിക്കല്ലേ. ചേച്ചി, ഇങ്ങനൊന്നും പറയാൻ പാടില്ല. ഒന്നുമില്ലെങ്കിലും ഈ അമ്മയുടെ പ്രായം നോക്കട്ടെ. അവരോട് കാര്യങ്ങൾ വളരെ സൗമ്യമായിട്ട് വേണം പറയാൻ. മാഡം വിഷമിക്കണ്ട. എനിക്കറിയാം രാജു. രാജു എന്റെ കൂടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ ഉണ്ടാവുമെന്ന്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് രാജുവിനെയാ. കാരണം എന്നെ മനസ്സിലാക്കുന്നത് രാജു മാത്രം. എന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തിരിച്ചറിയുന്നതും അതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തരാൻ ശ്രമിക്കുന്നതും രാജുവാ. ആ രാജുവിനോടുള്ള വിശ്വാസം കൊണ്ട് ഞാൻ പറയാ, അച്ഛനൊരു നിഷ്കളങ്കനാ. അതുകൊണ്ട് തന്നെ അച്ഛനെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ റോഹന് കഴിയും. അതിന് രാജു അനുവദിക്കരുത്. അച്ഛനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം പോലും റോഹൻ അച്ഛനോട് പറയാൻ പാടില്ല. അത് രാജു വേണം ശ്രദ്ധിക്കാൻ. അവൻ ആദ്യം ശ്രമിക്കുക രാജുവിനെ അച്ഛനിൽ നിന്നും അകറ്റാനായിരിക്കും. അതിനൊരിക്കലും രാജു ഇട കൊടുക്കരുത്. അച്ഛന്റെ മനസ്സിലെ രാജുവിന്റെ സ്ഥാനം എന്നും രാജു നിലനിർത്തണം. രാജു അല്ലാതെ മറ്റാരും അച്ഛന്റെ കൂടെ ഉണ്ടാവാൻ പാടില്ല. കാരണം എല്ലാവരും രാജുവിനെ പോലെയല്ല. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരൊക്കെ അച്ഛനെ ചതിച്ചേക്കാം. പക്ഷെ രാജു അങ്ങനെ ചെയ്യില്ല. അതെന്റെ ഉറപ്പാ. ഒരിക്കലും തെറ്റാത്ത ഉറപ്പ്. രാജു, സർ, ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. രാവിലെ വന്നിട്ട് നീ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോയതാ. പിന്നെ നിന്നെ കണ്ടില്ല. എവിടെയായിരുന്നു? ഹൃതിക മാഡത്തിന് ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ മാഡത്തിന്റെ അടുത്തായിരുന്നു. എന്താ സർ? ഞാൻ നിന്നോട് കുറച്ച് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് ഇന്നലെ സബ്മിറ്റ് ചെയ്യാൻ പറയാൻ വിട്ടുപോയി. അത് ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണം. ഒട്ടും വൈകാൻ പാടില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. സോറി സർ, ഞാൻ സാറിനോട് പറയാതെ തന്നെ അത് ഇന്നലെ സബ്മിറ്റ് ചെയ്തായിരുന്നു. ഓ, സബ്മിറ്റ് ചെയ്തോ? ഇറ്റ്സ് എ സർപ്രൈസ്. അതെന്ത് പരിപാടിയാണ് നീ കാണിച്ചേ? ഒരു മിനിസ്റ്ററുടെ പി എന്ന് പറഞ്ഞ അയാള് മിനിസ്റ്റർ അല്ല. അതാദ്യം മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും ഉണ്ടാവണം. നീ എന്ത് ധൈര്യത്തിലാ പ്രതാപം പറയാതെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നേ? നീ സബ്മിറ്റ് ചെയ്ത പേപ്പേഴ്സിലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ അത് നിന്നെയല്ല ബാധിക്കുന്നേ, അവനെയാ ബാധിക്കുന്നേ. അതുപോലും മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങൾ അങ്ങ് ചെയ്തു വച്ചേക്കുന്നു. ചേച്ചി, കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒന്നും പറയരുത്. ഞാൻ പറഞ്ഞിട്ടാ അവൻ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്തത്. എന്റെ സൈൻ ഇല്ലാതെ എന്ത് പേപ്പേഴ്സ് ആണെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഇന്നലെ സബ്മിറ്റ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഞാനത് വിട്ടുപോയി. അത് ഓർത്തു വെച്ച് ആ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്ത അവനെ വഴക്ക് പറയുന്നത് കേട്ടോണ്ടിരിക്കാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ ആരോടും ഒന്നും സംസാരിക്കരുത്. നമസ്കാരം സാറേ. ഞാൻ സാറിനെ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാണ്. മുഖം കാണിക്കാൻ ഞാനെന്താ രാജാവാണ്? ദിവ്യയുടെ അമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. അതിന് ആരുടെ അനുവാദം വേണ്ട. ഞാനൊരു മന്ത്രിയാണെന്ന് കരുതി എന്നെ താണുവണങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഞാനും നിങ്ങളെപ്പോലൊരു സാധാരണ മനുഷ്യനാണ്. നിങ്ങളെപ്പോലുള്ള എല്ലാ അമ്മമാരുടെയും മക്കളെ പോലെ കരുതിയാൽ മതി ഞങ്ങൾ മന്ത്രിമാരെ. നിങ്ങളുടെ സേവകരാണ് ഞങ്ങൾ. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി നിങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്കാരാണ് ഞങ്ങൾ.
പണ്ടത്തെ രാജഭരണമൊന്നും അല്ല ഇപ്പോ. അതുകൊണ്ട് രാജാവിനെ പോലൊന്നും ഞങ്ങൾ ആരെയും കാണണ്ട. അല്ല, അമ്മ ഇപ്പൊ എന്തിനാ വന്നത്? ദിവ്യ കാണാൻ വേണ്ടിയാണോ? അതെ, കുഞ്ഞ് ജനിച്ചിട്ട് ഇതുവരെ നൂലുകെട്ട് നടത്തിയില്ലല്ലോ. അപ്പോ കുഞ്ഞിന് നൂലുകെട്ട് നടത്തണം, കുഞ്ഞിന് പേരിടണം, അതിനുവേണ്ടി വന്നതാ. അതെ, ഇവിടെ അങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റില്ല. വലിയ വീടും കണ്ണു വെച്ചിട്ട് ഉടായിപ്പ് പരിപാടിയും കൊണ്ട് എന്റെ മോന്റെ തലയിൽ കേറുന്നതും പോരാ, ഇപ്പൊ ചടങ്ങ് നടത്താനുള്ള കൊട്ടേഷനായിട്ട് വന്നിരിക്കല്ലേ. ചേച്ചി, ഇങ്ങനൊന്നും പറയാൻ പാടില്ല. ഒന്നുമില്ലെങ്കിലും ഈ അമ്മയുടെ പ്രായം നോക്കട്ടെ. അവരോട് കാര്യങ്ങൾ വളരെ സൗമ്യമായിട്ട് വേണം പറയാൻ. ആ ദിവ്യേ, ഇങ്ങ വന്നേ. ദിവ്യ, അമ്മയും കൂട്ടിക്കൊണ്ടേ ഭക്ഷണം കൊടുക്ക. ശരി സർ, അമ്മ വന്നേ. മോളുടെ ഭാഗ്യം കൊണ്ടാ ഇങ്ങനൊരു ബന്ധം മോൾക്ക് കിട്ടിയത്. അല്ലെങ്കിൽ മണിമാളിക പോലെയുള്ള ഈ വീട്ടിൽ ജോലിക്ക് വന്നിട്ട് ജോലിക്കാരിയായി മാറാതെ ഇവിടെ തന്നെ കല്യാണം കഴിച്ചു വരാൻ കഴിയുമായിരുന്നോ? എന്തൊക്കെയായി ജയൻ ചേട്ടാ, ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? രമ്യ ആദ്യം തന്ന കാശുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിച്ചു. രണ്ടാമത് തന്ന കാശുകൊണ്ട് എല്ലാം റീസ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് വീണ്ടും ഒന്ന് പച്ച പിടിച്ച് വരുന്നുണ്ട് രമ്യ. അല്ല, രാജു എന്ത് പറയുന്നു? വല്ല മാറ്റമുണ്ടോ? അളിയന്റെ തീരുമാനം എന്താണ് ഓർത്ത് രമ്യ ടെൻഷൻ അടിക്കണ്ട. അളിയനെ കൊണ്ട് നിങ്ങളുടെ വിവാഹക്കാരെ സമ്മതിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലേ? അത് ഞാൻ ഏറ്റ കാര്യമല്ലേ, ഞാൻ നോക്കിക്കോളാം. ജയേട്ടൻ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ? എടി, രമ്യ പറഞ്ഞിട്ടാ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്താ രമ്യ? എനിക്ക് പ്രിയ ചേച്ചി ഒന്ന് കാണണമെന്ന് തോന്നി. ഒരു സമ്മാനം പ്രിയ ചേച്ചിക്ക് തരണമെന്നും തോന്നി. സമ്മാനോ? എന്ത് സമ്മാനം? അകലെ